ഹൈസുവിൻ്റെ ബർത്ത്ഡേ ദിവസത്തെ വീഡിയോ ആണ്. ലേറ്റായി എന്നറിയാം, എന്നാലും ഇടാം അല്ലേ. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരണമല്ലോ. എന്തായാലും നമ്മൾ രാവിലെ തന്നെ പോയി കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ വീട്ടിൽ വേറെ പരിപാടീസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഹൈസുവിന് വയ്യാണ്ട് പനിയായിട്ടൊക്കെ കിടന്നതൊക്കെ കൊണ്ടിട്ട് വേറെ പരിപാടി ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിക്കൊക്കെ ഭയങ്കര നിർബന്ധം, എന്തായാലും നമുക്ക് ബർത്ത്ഡേ ആയിട്ട് ഒന്നും ഇല്ലാതെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു തട്ടിക്കൂട്ട് നമുക്ക് ഒരു സദ്യ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പോയിട്ട് സദ്യക്കുള്ള എല്ലാ പരിപാടികളും നോക്കിയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് മഴയായിരുന്നു. മഴയായിട്ട് പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അത്രയ്ക്ക് മഴയായിരുന്നു. ഞാൻ ഈ വ്ളോഗ് എന്താണ് ഇടാൻ ലേറ്റായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് റെഡിയായി, എന്നാൽ പോലും ശബ്ദം ഒന്നും റെഡിയായിട്ടില്ല. അങ്ങനത്തെ പിള്ളേരൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇരുന്ന് കളിച്ച് ആ ഒരു ടൈം കൊണ്ട് അവരെല്ലാവരും കൂടി തന്നെ സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ബർത്ത്ഡേ ഗേളിനാണല്ലോ ഫുഡ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേളിന് പരിപ്പും ചോറും മാത്രം കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ ഇലയൊക്കെ ഇട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോൾ നല്ലൊരു വൈബായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് ആയിരിക്കാം ഭയങ്കര ടേസ്റ്റായിരുന്നു. ഫുഡിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. കറികൾക്കൊക്കെ അത് കുറച്ച് കറികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യ ആയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ 2 പിള്ളേരാണ് കേട്ടോ ഇത്. അവർ ഭയങ്കര കെയറിങ് ആണ്. ഹൈസുവിന് ഭയങ്കര ഇഷ്ടമാണ്. അവർ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് ഹൈസുവിന് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യണത് മിച്ചമാണെന്നേ ഉള്ളൂ. മിച്ചതേ ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയാണ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു പാവക്കുട്ടിയായിരുന്നു. ഹൈസുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹൈസുവിന് ഇങ്ങനത്തെ പാവക്കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതൊക്കെ വെച്ച് ഇങ്ങനെ കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മളൊരു കേക്കും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കേക്കും കൂടി കട്ട് ചെയ്ത് ഇന്നത്തെ പരിപാടി എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു തട്ടിക്കൂട്ടായിരുന്നു. ഹൈസുവിന് വയ്യാത്തതുകൊണ്ട് നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, പക്ഷേ അതിനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഹൈസുവിന് വയ്യാത്തതുകൊണ്ട് എല്ലാ മൂഡും പോയായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു തട്ടിക്കൂട്ട് പരിപാടിയിൽ ഇതങ്ങ് ഒതുക്കുക.